പ്രിയപ്പെട്ട നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ സഹാക്കളെങ്കിൽ പണ്ടൊരു കാലത്ത് വീരന്മാരുടെ പ്രസ്ഥാനം ജയ് ജയ് ആർഎസ്എസ്, ജയ് ജയ് ആർഎസ്എസ്, ജയ് ജയ് ആർഎസ്എസ്, ജയ് ജയ് ആർഎസ്എസ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, കാക്കിയിട്ട തമ്മാടികൾ, കാക്കിയിട്ട പേവുളന്മാർ, നമ്മുടെ പ്രിയരായ സോദരരെ, അടിച്ചൊതുക്കാൻ വട്ടിയൂർക്കാവ് പോലീസിനെ ആയുധമാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിഷ്കളങ്കരായ പ്രവർത്തകരെ നിഷ്കരണം അടിച്ചു നടത്തുന്ന വട്ടിയൂർക്കാവ് SHO ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിലേക്ക് നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ നിഷ്കരണം അടിച്ചു നടച്ച വട്ടിയൂർക്കാവിന്റെ SHO ഇതിനെതിരെയും വട്ടിയൂർക്കാവ് SI അഭിജിത്തിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകളുടെ നേരിടാനുള്ള പിണറായി സർക്കാരിന്റെ വ്യാമോഹത്തിന് കെട്ടിടമായ വട്ടിയൂർക്കാവ്
അശോകസ്തംഭം തലയിൽ ചൂടി, അശോകസ്തംഭം തലയിൽ ചൂടി, അതിന്റെ പാവനം ഏറിയാണ്, അതിന്റെ പാവനം ഏറിയാണ്. CPM വിടുപണി ചെയ്യും, CPM വിടുപണി ചെയ്യും. വട്ടിയൂർക്കാവിലെ പോലീസ്, വട്ടിയൂർക്കാവിലെ പോലീസ്, ഇടയ്ക്കുമൊക്കെ പോലീസ് അടിച്ചമർത്താൻ നോക്കരുത്, അടിച്ചമർത്താൻ നോക്കരുത്. വായിക്കേണ്ടതാണ്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമേജി, മേഖലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കണ്ടാൽ ഗോപം, മേഖലാ സെക്രട്ടറി ശ്രീ ജിൽകുമാർ, ശ്രീ സതീഷ്, ആശാമാർ, ഇവിടെ നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, ആ സാഹചര്യത്തെക്കുറിച്ച് ശ്രീ ജിൽകുമാർ ആധികാരികമായി പറയുകയുണ്ടായി. പ്രിയമുള്ള പോലീസുകാരുടെ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇതിനേക്കാൾ അന്ന് ഒരു കൗൺസിൽ പോലുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം ജില്ലയിലെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പ്രവർത്തകരുടെ ഒരു വലിയ നില ഇങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും കേവലം ഒരു പോലീസ് സിഐയുടെയോ അല്ലെങ്കിൽ SI-യുടെയോ ചില കാര്യങ്ങൾ അവരുടെ കണ്ണുരുട്ടൽ കൊണ്ട് ഭയന്ന് മുന്നിലോട്ട് പോകുന്ന പ്രവർത്തകരല്ല BJP പ്രവർത്തകരല്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഫലാനുവാറായി CPM-ന്റെ പേരിൽ, CPM-ന്റെ തിരുവടിക്കിന്റെ പേരിൽ നിങ്ങൾ ഈ കാണിക്കുന്ന അരിഞ്ഞാട്ടം ഇനി എണ്ണുന്ന ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയാൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യൂണിഫോം എന്നും കാണില്ല, എന്നും യൂണിഫോം ഇടാമെന്ന് ഈ തിരുവോണമായി നടക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ ദേഹത്ത് ഒരു തരി മണ്ണിട്ടതിനു ശേഷം യൂണിഫോം മാറ്റിവെച്ച് ഈ തിരുവോണങ്ങളിൽ നടക്കേണ്ട സ്വാഗതങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ പിതാവുകളോ നിങ്ങൾക്ക് മുന്നിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ വ്യക്തമായി പ്രിയമുള്ളവരെ, സംഘടനകൾ പ്രസ്ഥാനത്തിൽപ്പെട്ട BJP പ്രവർത്തകരുടെ പേരിൽ നിങ്ങളുടെ ഈ ആക്രോശം ഇവിടെ അവസാനിപ്പിക്കില്ല എങ്കിൽ അതിശക്തമായ സമരമുഖങ്ങളിലെ ഭാരതീയ ജനതാ പാർട്ടിയെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏറ്റുകൊടുക്കേണ്ട ഒരാവശ്യങ്ങളിലേക്ക് ആക്കുകയെന്ന ഒരു വലിയ അഭ്യർത്ഥനയാണ്. തീർച്ചയായിട്ടും ഈ പരിപാടി, ഈ പ്രതിഷേധ പരിപാടി, ഈ കമ്മീഷൻ ഓഫീസ് മാർച്ച്, ഈ കാണുന്ന പരിപാടിയായി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഈ പരിപാടികളെ ആദരപൂർവ്വം പ്രഖ്യാപിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അജയ്, പ്രിയമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധനായ നേതാക്കന്മാരെ, ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ നിലവാരങ്ങൾക്കും
ഞാൻ ഇവിടെ വിളിച്ച മുദ്രാവാക്യം അനർത്ഥമാണ്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ തിരുവനന്തപുരത്ത് അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ പുതിയ തലമുറയുള്ള പോലീസുകാർ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. AK നായനാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് VS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിനും എന്തിന് K കരുണാകരൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിനും അച്യുതമേനോൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും കേരളത്തിലെ സംഘപരിവാറിലെ BJP പ്രവർത്തകരെയോ ജനസംഘ പ്രവർത്തകരെയോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചരിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകളിലുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഞങ്ങൾ അറസ്റ്റ് കണ്ടിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ശരീരങ്ങളൊക്കെ മർദ്ദനം മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിന് മർദ്ദനമേറ്റ ശരീരമാണ് ഈ നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് കരമനജയെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. 4 രാത്രികൾ കൊണ്ട് അടിച്ചമർത്തിച്ച് കരമനജയൻ അടിച്ചമർത്തിയപ്പോൾ അമർന്ന് പോയിട്ടില്ല. ഇവിടെ ഒരു പ്രവർത്തകനും എന്നെപ്പോലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നിങ്ങളെല്ലാം അടുത്ത ലോകകപ്പിനൊപ്പം മർദ്ദിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെയെല്ലാം അടിച്ചമർത്തുമ്പോഴും നിങ്ങൾ ശക്തരായി പോലീസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. CPM ഇവിടുത്തെ ഇതിനേക്കാളും 10-35 വർഷങ്ങൾക്ക് CPM-ന് നമുക്കറിയാം. അന്ന് കാലമാകുന്ന പോലുള്ള CPM-ന്റെ മനോരമനായ ഇവിടുത്തെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അവരെയൊക്കെ നേരിട്ട് പാരമ്പര്യമാണ് തിരുവനന്തപുരത്തുള്ളത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ ചില പുഴുക്കളുണ്ട്, ചില പുഴുക്കൾ. എന്താ ഒരു പേര്? CI ഒരു ദ്വീപ് എഴുതി നിൽക്കാനില്ല. പണ്ടൊക്കെ കടുവാകൃഷ്ണൻ നായർ, രാമൻ നായർ, അന്നരാമേന്ദ്രനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. കടുവാകൃഷ്ണൻ നായർക്കെതിരെയും CPS-കാരന രാമൻ നായർക്കെതിരെയൊക്കെ വേറെ മഹാരാജായ പോലീസ് ഓഫീസറുണ്ടായിരുന്നു മുകുന്ദൻ. പക്ഷെ അവരെ നോക്കുമ്പോൾ നാണം തോന്നും. സെറ്റ് അപമാനം ചെയ്യാൻ ഈ നാട്ടിലാണ് ഈ പോലീസ് ഈ തിരിച്ചു നിൽക്കാൻ പോലും നിലത്തില്ലാത്ത ഒരു ധീരി എന്ന SI ചെമ്പൻ ഇന്ത്യൻ വന്നു വാ പറഞ്ഞതും അവിടെ വീണു. പിന്നീട് കേട്ടു ചെങ്ങന്നൂർ പോയി DOSP-ലെ അവിടുത്തെ DOSP-ലെ തന്നെ കൈകാര്യം ചെയ്തവരാണ് ഈ ദിവിൻ. എടാ ദിവിനെ, നിന്നോട് പറയുകയാണ്, ആധികാരികമായി തന്നെ പറയുകയാണ്, BJP ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ പറയുകയാണ്, ഞങ്ങൾ പോരുന്ന് വരില്ലേ, വരല്ലേ, ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ. പെൺപുലികൾ മതി, ഞങ്ങൾ പുരുഷന്മാർ വേണ്ട, പെൺപുലികൾ മതി. നിങ്ങളെ കണ്ടല്ലോ കഴിച്ചു തിരുവനന്തപുരം എങ്ങനെയെങ്കിലും അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. നേരെ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ കണ്ണൂർ 45 വർഷക്കാലമായി ഈ CPM-ന്റെ കാണിലേറ്റ് ഈ തിരുവനന്തപുരം നഗരം അവരങ്ങ് തകർന്ന് അവരെ വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നു. ഈ കളി മാറാത്തോണ്ട് പുതിയ കളിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. നമസ്കാരം அந்த கடிச்ச பல ஆட்சிக்காரருக்கு പിന്നെ ഒരു ക്ഷേത്രത്തിന് അതിക്രമിച്ച കയറി ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിച്ചു. പണ്ട് ഇടിവണ്ടി ഉണ്ടായിരുന്നു, ഇടിവണ്ടി 60 വയസ്സേക്കാലത്ത് ഇടിയുണ്ട്. ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരു വലിയ ബസ് വരും ഇടിയുണ്ട്, അതിനകത്തൊക്കെ ഇടിക്കുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇതൊക്കെ നേരിട്ട് തന്നെയാണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം 50 ഭരിക്കുന്ന BJP-യാണ്. ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും താങ്കൾ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾ ഓർക്കണം, ഞങ്ങളൊന്ന് മര്യാദ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാം. പക്ഷെ ഞങ്ങളെ
പ്രകോപിച്ച് ഞങ്ങളെ ഈ ക്ഷമയുടെ അങ്ങ് അതിരുകൾ ഇപ്പം ആ ക്ഷമ കെട്ടുപോയാൽ പോലീസ് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കാനുള്ള സങ്കടമായ ശേഷി ഇവിടെ ബിജെപിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ ഞങ്ങളോടെയാണ്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് കളയുകയാണ്. അവിടെ രാത്രി 9:45 ഈ വിപിൻ വന്ന് ബിജെപിയുടെ വാഹനങ്ങളൊക്കെ തവണയും 9:45 10 മണിയുടെ സമയമുണ്ട്. ഈ സമയം അവർക്ക് കൊടുക്കില്ല. LDF NDF മറ്റു ആളുകൾ തടവില്ല. അന്ന് നോക്കി വെച്ചതാ, അന്ന് നോക്കി വെച്ചതാ. ഇപ്പോൾ കയറിക്കയറിഞ്ഞ് കയറാൻ വന്നാൽ ഞാൻ വാക്കുകൾ ഒരു ജില്ലാ അധ്യക്ഷന് വേണ്ടി കൂടുതൽ പറയുന്നില്ല. ഇവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഇവിടെ പരിപാടി. മാധ്യമ സുഹൃത്തുക്കളും വിചാരിച്ചു ഇവിടെ ആക്രമണം ഉണ്ടാവും, പോലീസ് ആക്രമണം ഉണ്ടാവും. പക്ഷേ ബിജെപിയുടെ തീരുമാനമെടുത്താൽ അവിടെ പ്രവർത്തകർ നിൽക്കും. ഞങ്ങൾ വളരെ വളരെ മര്യാദയോടുകൂടി ജനാധിപത്യ മര്യാദ പ്രവർത്തിക്കുന്നു. ഞങ്ങളൊന്ന് കണ്ണടച്ചു കൊടുത്താൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ ബാരിക്കേഡിലേക്ക് ചവിട്ടി പുറത്ത് അപ്പുറത്തെ കാലാവുന്ന സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറും. ഞാൻ അദ്ദേഹം പറഞ്ഞു, ബിനുവിനെ ആക്രമിച്ചു, ബിനുവിനും കുടുംബവും വണ്ടിക്കകത്തുന്ന സമയത്ത് ആക്രമിച്ചത് തെറ്റാണെന്ന് അദ്ദേഹം ഞങ്ങളോട് സമ്മതിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, വണ്ടിയിലടിച്ചാൽ വേഗത്തടിക്കും പോലെ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ബിനുവിനെ തന്നെ കേസിൽ പ്രതിയല്ലാത്ത ബിനുവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അത് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ ഇവിടെ റിട്ടയർഡായിട്ട് പല പോലീസുകാരും കറങ്ങി നടത്തുന്നുണ്ട്. റിട്ടയർഡിന് വൻ സംഭവങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഓഫീസർമാര് അവസാനം കേസുകൾ തീർക്കാൻ ഞങ്ങളുടെ കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണം. അതാണ് സൂചിപ്പിച്ചത് ഒരു പോലീസ് ഓഫീസർ പേരെടുത്ത് പറഞ്ഞത്. രക്തത്തിളപ്പ് കൊണ്ട് പറയുമ്പോഴും CPM ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യഭൂരാശ നടക്കുന്ന ഈ വേളയാണ് എന്ന് ഇതിനും ദേവപിള്ളയെ ഓർമ്മിക്കും. അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ഭരണമാണ്. ഇവിടെ എന്തെങ്കിലും മുറ കാണിക്കാൻ ഞങ്ങളുടെ മുറ കാണിക്കാൻ വരില്ല, വന്നാൽ ഞങ്ങൾ വിടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വൈകാര്യമായി തന്നെ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോ നന്ദാവണിക്കാണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ കാണാൻ നിങ്ങൾ അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട മേയറുടെ വണ്ടിയെന്നോ പറഞ്ഞു നിർത്തി. മേയർ വണ്ടിയകത്ത് കയറി ഞങ്ങൾ നോക്കിയ സമയത്ത് വണ്ടിക്കകത്ത് അതിക്രൂരമായി മർദ്ദനമേറ്റ പ്രവർത്തകരെ കണ്ടു. ഞങ്ങൾക്ക് വൈകാരിക ഉണ്ടായി, വിഷമമുണ്ടാവും. പോലീസുകാരന് ആരാണ് പോലീസുകാരന് വരുന്നത്? മാധ്യമ സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ. ഇടത് ഭാഗത്ത് നിന്ന് BJP പ്രവർത്തകരാണ്, വലത് ഭാഗത്ത് നിന്ന് CPMന്റെ പ്രവർത്തകരാണ്. എവിടുന്നാണ് ഏറി വന്നത്? വലത് വശത്ത് നിന്ന് വെറേ കമ്പുകളെല്ലാം ആ പള്ളിയിൽ അതിക്രമിച്ച് കയറി ഇറങ്ങുന്നത് CPMകാരാണ് എന്ന് വ്യക്തമായി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ വീഡിയോ കാണിച്ചിട്ട് പോലും പോലീസ് വീണ്ടും BJPയുടെ പുറത്താണ് കൊണ്ടുവരുന്നത്. BJP പ്രവർത്തകരാണ് കൊണ്ടുവരുന്നത് എന്നാണ്. ഞങ്ങൾക്ക് ഒളിച്ചിരുന്നറിയേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ അറിയണമെങ്കിൽ പോലീസ് ഞങ്ങൾ ഒരുപാട് സമരമുഖങ്ങൾ കണ്ടവർ തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾ BJP നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒളിച്ചറിഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അറിയാം, ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല. ഞാൻ പഠിക്കാൻ പറ്റില്ല, സുഹൃത്തുക്കളെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം കോർപ്പറേഷൻ ഭരിക്കുന്ന നഗരം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ് നിങ്ങൾ. കേരളം ഭരിക്കുന്ന പാർട്ടി ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ട്. ഇത് സമാധാനം കാണിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കെത്താൻ നമുക്ക് പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഈ ചോദിച്ചാൽ ചോദിച്ചതിന്റെ അവസരം അത് എങ്ങനെയാണ് മാറുമെന്നുള്ളത് ഇത് പല ആൾക്കാരുടെ ചോദിച്ചാൽ അറിയാം. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാം. അതുകൊണ്ട് മര്യാദ അനുസരിച്ച് പറയുകയാണ്,
ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്. ബഹുമാനപ്പെട്ട DGP-കൾക്കും ബഹുമാനപ്പെട്ട കമ്മീഷണർക്കും പറയുകയാണ്, ഈ വിപിൻ എന്ന് പറയുന്ന CI-ക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ പിള്ളയ്ക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങൾ ആവശ്യം രണ്ടാണ്. ഈ രണ്ടാവശ്യവും ഞങ്ങൾക്ക് നിറവേറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളെ ഒരു ബഹുജന പ്രക്ഷോഭം, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇവിടെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നു. നിങ്ങളുടെ മനസ്സ് തുറക്കാം, മനസ്സുണ. ഞങ്ങളൊരു സൂചനയാണ്. സൂചന മാത്രം. സൂചന കണ്ട് മനസ്സില്ലെങ്കിൽ സമരത്തിന്റെ എന്ന മുദ്രാവാക്യം വിളിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടി വളരെ സമാധാനപരമായി പാർട്ടി തീരുമാനിച്ച പരിപാടിയാണ്. നമ്മുടെ പ്രവർത്തകർ അന്ന് തന്നെ ചെയ്യണം. നമ്മുടെ ആവശ്യം നിറവേറ്റാൻ അതിശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ നമ്മുടെ വേറൊരു കാര്യം, മെഡിക്കൽ കോളേജിൽ നിന്ന് 11 സ്ത്രീകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പത്ത് കളിച്ചാൽ ഈ കളിയെങ്കിലും പേപരിച്ചന്മാരാണ്. പേപരിച്ചന്മാരെ കളിയാണ് കിട്ടിയിരിക്കുന്നത്. മണക്കാട് കൗൺസിലർ സരിതയുടെ കളി. അപ്പൊ ഈ പത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെരുവിലാൾക്കാർ പേപരിച്ച് ഉണ്ടാക്കുന്നത് കളിയൊന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ ചെയ്യണോ? എന്ത് വിരോധാഭാസമാണ്? ഇത് നാളെ പരിപാടിയാണ്. പോലീസ് ഞാൻ കടിക്കും എന്തിനാണെങ്കിൽ വാലസെറ്റിന്റെ മൂട് കൊണ്ടിരിച്ചു. ബിനുവിനെ കണ്ടോൺമെന്റ് മൂന്ന് ടെൻഷൻ. ഞാൻ വയലസിന്റെ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. പോലീസ് എന്നിട്ടും പറയാം, ഇതെല്ലാം അറിയാം. നിങ്ങൾ ആ